നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. വഖഫ് ഭേദഗതി ബില്ല് അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പരപ്പനങ്ങാടി സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. പാർലമെന്റിലെ MPമാർ ചേരി തിരിഞ്ഞുകൊണ്ട് ശക്തമായി ഈ വഖഫ് ബില്ലിനെതിരായ ഇതിനെ പ്രതികൂലിച്ചുകൊണ്ട് ശക്തമായ സമരം തന്നെ പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും നമ്മൾ കണ്ടു. അത് കേട്ടവർക്കറിയാം. ഇന്ത്യയോട് സ്നേഹമുണ്ടെങ്കിൽ, ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിലൊന്നും ഏതെങ്കിലും രീതിയിലുള്ള വർഗീയത, ഏതെങ്കിലും രീതിയിലുള്ള രാജ്യസ്നേഹം നിങ്ങളുടെ മനസ്സുകളിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും, ഈ ഇന്ത്യയെ തകർക്കുകയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന്. നരേന്ദ്രമോദിയെ ഇന്ത്യയെ അധികാരമേൽപ്പിച്ചത് ഈ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ അവർക്കത് വകവെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തേണ്ടി വരുന്നു. അവന്റെ അവകാശങ്ങൾ, അവന്റെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഏറ്റവും തലവപ്പത്തിരിക്കുന്ന പാർലമെന്റ്, നിയമനിർമ്മാണ സഭ, അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി അടക്കമുള്ള മന്ത്രിസഭ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭേദഗതിയിലൂടെ, സുഹൃത്തുക്കളെ, ഭേദഗതിയിലൂടെ ഇന്ത്യയെ ഭേദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭേദഗതിയിലൂടെ എന്താണ് ഭേദഗതി? ഈ രാജ്യത്തെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കൾ, അവരുടെ വ്യക്തിത്വം, അവരുടെ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർലമെന്റിലൂടെ നിയമങ്ങൾ പാസാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ ചർച്ചാ വിഷയം വഖഫായതുകൊണ്ട് വഖഫ് എന്ന് പറയുന്ന ആ സ്വത്തുക്കൾ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാം എന്താണ് വഖഫ് എന്നുള്ളത്. ആ വഖഫുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിയമമുണ്ടാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് അല്ല, ഇന്ത്യയിലെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ്. 1913 ഇന്ത്യയിലെ പ്രത്യേകമായ ഒരു വിഭാഗമാണികൾ, പ്രത്യേകമായ ഒരു മതവിഭാഗമാണികൾ. അവരുടെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ട് അവർ വിശ്വസിക്കുന്ന, അവരുടെ മരണത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം അതിന്റെ ഗുണകരമായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ നീക്കിവെച്ച സ്വത്തുക്കള് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യമുണ്ടാക്കിയ നിയമം അത് ബ്രിട്ടീഷുകാരായിരുന്നു. നിങ്ങൾ അറിയണം, 200-300 വർഷക്കാലം ഇവിടെ ബ്രിട്ടീഷുകാര് ഈ ഇന്ത്യ ഭരിച്ചുവെങ്കിൽ അത്രയും കാലം ഈ വഖഫുകൾ, ഈ സ്വത്തുക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് കരുതണം. എന്താണ് നമ്മൾ പറയുന്നത്? ബ്രിട്ടീഷുകാർ ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം അംഗീകരിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി, നൌഫൽ CP, ഹബീബ് തിരൂരങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. അഹമ്മദ് കബീർ, മുഹമ്മദ് ബഷീർ, സിദ്ദീഖ് K, മുനീർ എടരിക്കോട്, തറയിലൊടി വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി. TVN ന്യൂസ്, പരപ്പനങ്ങാടി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.